ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SCERT ആണ് നോക്കുന്നത്. 8ാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്ന പാഠഭാഗമാണ്. ഇതിൽ നമുക്ക് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ആദ്യം അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നോക്കുന്നത്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിട്ട് കാണും. അപ്പം ഉയർന്ന താപനിലയുള്ളിടത്ത് അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവും കൂടുതലായിട്ട് കാണും. ഉപരിതല ജലസ്രോതസ്സുകളായിട്ടുള്ള സമുദ്രങ്ങൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. ജലസ്രോതസ്സുകളുടെ അടുത്തായിട്ടുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ജലാംശം കൂടുതലായിരിക്കും. ജലസ്രോതസ്സുകളുള്ളിടത്ത് ജലാംശം കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുണ്ട്. അപ്പം അന്തരീക്ഷത്തിലെ ഈ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ അന്തരീക്ഷ മർമ്മം അല്ലെങ്കിൽ കണ്ടൻസേഷൻ ന്യൂക്ലിയൈ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് എത്ര ഉയരം വരെയാണ് അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളത്? 10,000-ഓളം കിലോമീറ്ററാണ്. ഭൗമ ഉപരിതലം മുതൽ 10,000-ഓളം കിലോമീറ്റർ വരെ അന്തരീക്ഷം വ്യാപിച്ച് കിടക്കുകയാണ്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് എന്ന് കണക്കാക്കുന്നു. 29 കിലോമീറ്റർ വരെ അന്തരീക്ഷത്തിൽ ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള 29 കിലോമീറ്റർ ഉയരം വരെയുള്ള അന്തരീക്ഷത്തിലാണ് 97% അന്തരീക്ഷ വായുവും ഉള്ളത്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹരിതഗൃഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. മേളിൽ നമുക്ക് ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഷീറ്റ് കാണാം. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് സ്ഫടികം കൊണ്ടാണ്. അപ്പം സ്ഫടിക തലങ്ങൾക്ക് സൗരോർജ്ജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക തലങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ സൗരതാപത്തെ ഉള്ളിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ്, ഉള്ളിലേക്ക് കടത്തിവിട്ട് അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് സ്ഫടിക തലങ്ങൾക്കുണ്ട്. അതുപോലെ ഭൗമവികിരണത്തെ അത് തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനായിട്ട് സാധിക്കും. സ്ഫടികത്തിൻ്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യരാജ്യങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണിവിടെ ഹരിതഗൃഹം എന്ന പേരിൽ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള താപം ഉള്ളിൽ നിന്ന് നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയും. അപ്പോൾ ഈ ഒരു നിർമ്മിതിയെ വിളിക്കുന്നതാണ് ഹരിതഗൃഹങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസസ് എന്ന്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. അന്തരീക്ഷത്തിൽ പല തരത്തിലുള്ള വാതകങ്ങളുണ്ട്. അതിൽ ചില വാതകങ്ങൾക്ക് ഈ താപത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനായിട്ടുമുള്ള കഴിവുണ്ട്. അതിന് എക്സാമ്പിളാണ് കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ന്, ഓസോൺ തുടങ്ങിയ വാതകങ്ങൾ. അതുപോലെ നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രവാഹം എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ തുടങ്ങിയവയാണ്. അതുപോലെ നീരാവിയും ഇതിൽ ഉൾപ്പെടും. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രവാഹം ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെങ്കിലും ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായിട്ടുള്ള വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ പ്രവാഹം എന്ന് പറയുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പക്ഷേ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉണ്ടാകുന്ന വർധനവ് അത് നമ്മളെ ബാധിക്കും. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. മനുഷ്യൻ്റെ ഇടപെടലുകൾ ഹരിതഗൃഹ വാതകങ്ങൾക്ക് കൂടുതലായും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതിന് കാരണമാകുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം, ജൈവവസ്തുക്കളുടെ ജീർണനം തുടങ്ങിയ സ്വാഭാവിക മാർഗങ്ങളിലൂടെ ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ, അതുപോലെ മരം മുറിക്കൽ, ഇതൊക്കെ കാരണമാകാറുണ്ട്.
അപ്പം ഇങ്ങനെയൊക്കെ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗൃഹവാതങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡയോക്സൈഡ് ആണ്. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായിട്ടുള്ള വർധനവ് അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനവുണ്ടാക്കിയിട്ടുള്ളതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഹരിതഗൃഹവാതങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ ആഗോളതാപനം എന്നാണ് വിശേഷിപ്പിക്കുക. ഈ ഹരിതഗൃഹവാതങ്ങളിലൂടെ അന്തരീക്ഷത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ ആഗോളതാപനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച്. നമുക്ക് നോക്കാം. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. അപ്പം ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1997 ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു. 2005 ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഉച്ചകോടി അല്ലെങ്കിൽ സബ്മിറ്റ് ആദ്യമായിട്ട് നടക്കുന്നത് ജപ്പാനിലാണ്. അത് 1997 നടക്കുന്നത്. 2012 ഹരിതഗൃഹവാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ 35 വ്യവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകി. അപ്പോൾ അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അപ്പം അതെങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുങ്ങുന്നതിലൂടെ സമുദ്രജലനിരപ്പ് ഉയരും. ആഗോളതാപനം ഉണ്ടായാൽ, ആഗോളതാപനം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലുള്ള താപനില കൂടുന്നതാണ്. അപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ധ്രുവ പ്രദേശങ്ങൾ, പോളാർ റീജിയനിലുള്ള മഞ്ഞ് ഉരുകുന്നതിലൂടെ സമുദ്രജലത്തിൻ്റെ നിരപ്പ് ഉയരും. സമുദ്രതീര ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, സമുദ്രജല നിരപ്പ് ഉയരുമ്പോൾ എന്താണ്? സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ നാശമുണ്ടാകുന്നു. അപ്പോൾ ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാകും. അതുപോലെ വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കുന്നത് ഓസോൺ രൂപീകരണമാണ്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉള്ള അന്തരീക്ഷത്തിൽ അവിടെ ഉള്ള ഓക്സിജൻ തന്മാത്രകളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ വിഘടിപ്പിക്കും. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. O2 എന്നതിനെ എന്താണ്? വിഘടിപ്പിച്ചതാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളും. അപ്പം ചില ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിച്ച് ഏക അറ്റോമിക ഓക്സിജനാക്കി മാറ്റുകയും പിന്നീട് അവിടെ ബാക്കിയുള്ള ഓക്സിജൻ തന്മാത്രകളുമായിട്ട് ഈ ഉള്ള ഏക അറ്റോമിക ഓക്സിജൻ ചേർന്ന് O3 ആയിട്ട് മാറും. ഈ ഒരു പ്രക്രിയയെ ഓസോണീകരണം എന്നാണ് വിളിക്കുക. ഓസോണൈസേഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ ചിത്രത്തിൽ 2 ഘട്ടങ്ങളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തിൽ ഓക്സിജൻ തന്മാത്ര വിഘടിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അൾട്രാവയലറ്റ് കിരണത്തിൻ്റെ സാന്നിധ്യത്തിൽ ഏക അറ്റോമിക ഓക്സിജനായിട്ട് മാറുന്നു. ഈ ഏക അറ്റോമിക ഓക്സിജന് വേറെ ഓക്സിജൻ തന്മാത്രയുമായിട്ട് ചേർന്നിട്ട് ഓസോൺ തന്മാത്ര ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണം നമുക്ക് എന്തൊക്കെ ദോഷഫലങ്ങളാണ് ഉണ്ടാകുന്നത്? കാലാവസ്ഥാ മാറ്റം, അതുപോലെ ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യ വളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, നിശ, തിമിരം, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ ഒക്കെ അൾട്രാവയലറ്റ് കിരണങ്ങൾ കാരണം ഉണ്ടാകാവുന്നതാണ്. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധ തരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. CFC അതുപോലെ ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. CFC, ഹാലോൺ പോലുള്ള വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കാനായിട്ടുള്ള ശേഷിയുണ്ട്.
ഉയർന്ന വിതാനങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ചിട്ട് ഉണ്ടാവുന്നത് ക്ലോറിനും ബ്രോമിനും പോലുള്ള വാതകങ്ങളാണ്. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1,00,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. ബ്രോമിനാകട്ടെ ഇതിൻ്റെ 40 മടങ്ങും ശേഷിയുണ്ട്. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്നാണ് വിളിക്കുക. അപ്പം ക്ലോറിനും ബ്രോമിനും കാരണം ഓസോൺ സുഷിരം അവിടെ ഉണ്ടാകുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ ഒരു പാളി പോലെ നിൽക്കുന്ന ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് വഴിയാണ് ഇത് സാധ്യമാവുക. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഇനി നോക്കുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണ് എന്നാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ നമ്മൾ പഠിച്ചു, ആഗോള താപനത്തെ നിയന്ത്രിക്കാനായിരുന്നു. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി. ഈ ഉടമ്പടി നടപ്പിലാക്കുന്നതിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുന്നത് അന്തരീക്ഷ പാളികളാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇത്രയുമാണ് പ്രധാനമായിട്ടും അന്തരീക്ഷ പാളികൾ. 4 തരത്തിലുള്ള അന്തരീക്ഷ പാളികളാണുള്ളത്. അപ്പം ഓരോന്നിൻ്റെ സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് ഇരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഏതാ? മധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ വരെയാണ് മധ്യരേഖാ പ്രദേശത്തെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്, ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിലെ താപം ഉയരം കൂടുന്തോറും താപം കുറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് വീതമാണ് കുറയുന്നത്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. താപം കുറയുന്നതിനെ നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി സംക്രമണ മേഖലകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന മേഖലകളെയാണ് സംക്രമണ മേഖലകൾ എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും ഇടയിലായിട്ട് വരുന്നത് ട്രോപ്പോപാസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെയും മീസോസ്ഫിയറിൻ്റെയും ഇടയിലായിട്ട് സ്ട്രാറ്റോപാസും അതുപോലെ മീസോസ്ഫിയറിൻ്റെയും തെർമോസ്ഫിയറിൻ്റെ ഇടയിലായിട്ട് മീസോപാസും എന്നീ സംക്രമണ മേഖലകളാണ് ഉള്ളത്. അപ്പോൾ ചിത്രത്തിൽ മീസോപാസിൻ്റെ അതുപോലെ സ്ട്രാറ്റോപാസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, സംക്രമണ മേഖലകൾ കാണിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ട് വരുന്ന സംക്രമണ മേഖല ഏതാണ്? ട്രോപ്പോപാസ് ആണ്. ഇനി സ്ട്രാറ്റോസ്ഫിയർ എന്താണ് എന്ന് നോക്കാം. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഉയരം കൂടുന്നതിനനുസരിച്ച് താഴ്ന്ന മേഖലയിൽ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന മേഖലയുടെ കാര്യമാണ് പറയുന്നത്, അവിടെ എന്താണ്? താപവ്യത്യാസം ഉണ്ടാകുന്നില്ല, താപനിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അതെന്താണ് ചെയ്യുക? ഹാനികരങ്ങളായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യും, ഭൂമിയിലെത്താതെ നിയന്ത്രിക്കും. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു. അപ്പോൾ ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്നാണ് വിളിക്കുക. ഇനി മീസോസ്ഫിയർ നോക്കാം.
ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. മീസോസ്ഫിയറിൻ്റെ കാര്യമെടുത്താൽ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുക. ട്രോപ്പോസ്ഫിയറിലും എങ്ങനെയാണ്? സെയിം ഇതുപോലെ തന്നെ അല്ലായിരുന്നോ? താപം കുറഞ്ഞു വരികയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുകയാണ് ചെയ്യുക. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിൽ അനുഭവപ്പെടുന്നു. അന്തരീക്ഷം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിലാണ് അനുഭവപ്പെടുക. -80°C മുതൽ -100°C വരെയാണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ കർഷണത്താൽ കത്തി ചാരമാകുന്നു. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മീസോപാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രയേ ഉള്ളൂ മീസോസ്ഫിയർ. ഇനി തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഗണ്യമായിട്ട് വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യുക. അപ്പം ട്രോപ്പോസ്ഫിയർ അതുപോലെ മീസോസ്ഫിയർ അവിടെ എന്താണ്? താപം കുറയുകയാണ് ചെയ്യുക. തെർമോസ്ഫിയറിലാണെങ്കിൽ താപം എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കൂടുകയാണ് ചെയ്യുക. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് വിളിക്കുക. അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അപ്പോൾ തെർമോസ്ഫിയറിൽ അത്ര മാത്രമേ ഓർക്കാനുള്ളൂ. താപനില എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് കൂടി വരികയാണ് ചെയ്യുക. അതുപോലെ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. ഈ പ്രക്രിയയെ അയണൈസേഷൻ എന്നും ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നുമാണ് വിളിക്കുന്നത്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാനായിട്ട് കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഈ ഒരു ചാപ്റ്റർ ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.